നമസ്കാരം. ഞാൻ ഗിരീഷ്. ഇന്നത്തെ പ്രധാന പത്രങ്ങളിലെ പ്രധാന വാർത്തകളിലൊന്ന് എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു, ഒരാളെ കുത്തിക്കൊന്നു. 4 കിലോമീറ്ററിലേറെ ഓടിയ ആനയെ അവസാനം എലിഫൻ്റ് സ്ക്വാഡ് വന്ന് തളച്ചു. തൃശ്ശൂരാണത്. ഉത്സവത്തിന് എഴുന്നള്ളിപ്പിക്കാൻ കൊണ്ടുവന്ന ആന കുളിപ്പിക്കാൻ കൊണ്ടുപോയപ്പോൾ ഇടഞ്ഞു. ആന 4 കിലോമീറ്ററോളം ഓടി. പുറകെ പാപ്പാമാരും ഓടി, നാട്ടുകാരും ഓടി. എന്ത് പറ്റി? അമ്പലത്തിൽ ഉത്സവത്തിൽ കച്ചവടത്തിന് വന്ന ഒരു വികലാംഗനായ മുഹമ്മദ് സ്വദേശി, ആലപ്പുഴ മുഹമ്മദ് സ്വദേശി, പുളിമൂട്ട് നഗറിൽ ആനന്ദൻ, 45 വയസ്സ്, അദ്ദേഹം ആനയുടെ കുത്തേറ്റ് മരിച്ചു. ഇപ്പോൾ ഇത് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, അമ്പലങ്ങളിൽ കാലാകാലങ്ങളിലായി ഉത്സവം നടക്കുന്നുണ്ട്, ആനയെ എഴുന്നള്ളിക്കുന്നുണ്ട്. ഇപ്പോൾ വാശിയായി, ഇപ്പോൾ മത്സരമാണ്. ആനയെ, തലപ്പൊക്കമുള്ള ആനയെ കൊണ്ടുവന്ന് സ്വീകരിച്ച് ആനയിച്ച് ഉത്സവം നടത്തുക എന്നുള്ളത്. അതിന് ലക്ഷങ്ങൾ മുടക്കാനും ആനപ്രേമികളും അമ്പലത്തിലെ ഉത്സവ ഭാരവാഹികളും തയ്യാറുമാണ്. പക്ഷേ ആന ഒരു മൃഗമാണ്, അത് ചിന്തിക്കണം. ആന ഏത് സമയത്തും അതിന് പ്രശ്നങ്ങൾ വരാം. നമ്മൾ ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടരുത്. അത് പ്രത്യേകിച്ച് ഈ പറയുന്ന ആനപ്രേമികളും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും ശ്രദ്ധിക്കുക. കോടതി ഉത്തരവിടണം. എൻ്റെ അഭിപ്രായത്തിൽ കോടതി ഉത്തരവിടണം. എഴുന്നള്ളിപ്പിന് ആനയെ പാടില്ല. അതൊരു ജീവിയാണ്. മനുഷ്യൻ്റെ അത്രയും ബുദ്ധിയും ശക്തിയുണ്ട്, ബുദ്ധിയില്ലാത്ത ഒരു മൃഗം. വളരെ സന്തോഷമാണ് ആന നെറ്റിപ്പട്ടം കെട്ടി നിന്ന് തലയുമാട്ടി തുമ്പിക്കൈയുമാട്ടിയൊക്കെ നിൽക്കുന്നത് വളരെ ഭംഗിയാണ്. പക്ഷേ ഇത് കാണാൻ വരുന്ന, അല്ലെങ്കിൽ അമ്പലത്തിലെ ഒരു ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നതിൻ്റെ ഇടയ്ക്ക് ആനയെ കൊണ്ടുപോകുമ്പോൾ അത് ഏത് സമയത്താണ് അതിൻ്റെ നില മറക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ഈ അമ്പലങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ആനയെ കൊണ്ടുള്ള എഴുന്നള്ളിപ്പ് നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് ഗവൺമെൻറ്റും കോടതിയും ഒക്കെ അതിന് ഒരു നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നും അഭിപ്രായം എനിക്കുണ്ട്. ആനയ്ക്ക് ഉത്സവം നന്നാകണമെന്നില്ലല്ലോ. ഓക്കെ, താങ്ക് യു.